നമസ്കാരം. ഛത്തീസ്ഗഡിലെന്നല്ല ഏത് സംസ്ഥാനത്തായാലും എവിടെയായാലും കന്യാസ്ത്രീകളെന്നല്ല, ഇനിയിപ്പോൾ സ്വാമിനിമാരായാലും അല്ലെങ്കിൽ ഉസ്താദുമാരായാലും ആരായാലും ഏത് മതപണ്ഡിതനായാലും മതപുരോഹിതനായാലും കുട്ടികളുടെ ആയാലും ചെറുപ്പക്കാരുടെ ആയാലും അവരുടെയൊന്നും അനുവാദമില്ലാതെ അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ അനുവാദമില്ലാതെ അവരെ ജോലിക്കായി കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ അവരെ എന്തെങ്കിലും പറഞ്ഞ് മയക്കി കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കേസാണ്. സംശയമൊന്നുമില്ല. അതിന് ഇവിടെ കന്യാസ്ത്രീകളെ പീഡിപ്പിക്കുന്നു, ഇവിടെ ക്രിസ്ത്യൻ പുരോഹിതരെ പീഡിപ്പിക്കുന്നു, അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് മാധ്യമങ്ങൾ നിലവിളി തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ഇതിനകത്ത് വ്യക്തമായ ഒരു അജണ്ടയുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പം ഛത്തീസ്ഗഡിലും അതുപോലെയുള്ള ബീഹാർ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനത്തൊക്കെ തന്നെ എത്രയോ ക്രിസ്തീയ സഭകൾ പ്രവർത്തിക്കുന്നു, എത്രയോ ക്രിസ്തീയ സഭകൾ മാന്യമായിട്ട് പ്രവർത്തിക്കുന്നു, എത്രയോ പള്ളികളുണ്ട്. അവിടെയൊക്കെ വികാരിമാരായിട്ടും പുരോഹിതരായിട്ടും മലയാളികൾ തന്നെ പലരും ഉണ്ട്. അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ അറിയാം എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. എത്ര സ്കൂളുകളുണ്ട്, എത്ര കോളേജുകളും, സെന്റ് സേവിയേഴ്സ് കോളേജ് ഉൾപ്പെടെ എത്ര കോളേജുകളുണ്ട്. അങ്ങനെ എത്രയോ കാലങ്ങളായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു. അതിനൊന്നും വല്ല കുഴപ്പവുമുണ്ടോ? പക്ഷേ ഇതുപോലെ തോന്നിയാസം കാണിക്കാൻ പോയാൽ മനുഷ്യക്കടത്തിനും മതപരിവർത്തനത്തിനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കേസാകും എന്നുള്ള കാര്യം ഈ കന്യാസ്ത്രീ സിസ്റ്റേഴ്സിന് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ അത് പിടിക്കപ്പെട്ടു. അത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ്. കഴിഞ്ഞ ദിവസം മനോരമയിൽ നടന്ന ചർച്ചയിൽ ശ്രീ VP ശ്രീപത്മനാഭനാണ് അതുമായി ബന്ധപ്പെട്ടൊരു കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു. ശ്രീപത്മനാഭൻ ഇന്നലെ അവതാരികയോട് ചോദിച്ചത് മഹാബദ്ധമായി പോയി. അതായത് ഛത്തീസ്ഗഡിൽ 3 പെൺകുട്ടികളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റോ ആധാർ കാർഡോ പോലും ഇല്ലാതെ പിടിക്കുന്നു. നമുക്കറിയാം കഥ. അതിൽ ഒരാൾ പോലീസിനോട് പറയുന്നു എന്റെ സമ്മതമില്ലാതെയാണ് കൊണ്ടുപോകുന്നത് എന്നും. ശേഷം പോലീസ് വരുന്നു, കോടതിയിൽ കേസെത്തുന്നു. ഇതിൽ BJPക്ക് എന്താണ് ബന്ധമെന്നാണ് VP ശ്രീപത്മനാഭൻ അവതാരകയോട് ചോദിച്ചത്. മനോരമയുടെ അവതാരകയാണ് ചോദിച്ചത്. അതിനിടെ അതായത് ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്ത് ഒരു കേസുണ്ടാകുന്നു. അത് നിയമപരമല്ലാത്ത ഒരു വ്യവസ്ഥ ചെയ്തിട്ട് അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്തിട്ട് സാമൂഹ്യ വിരുദ്ധമായ ഒരു കാര്യം ചെയ്യുന്നു. ഇത് മോഷണം പോലെ, പിടിച്ചുപറി പോലെ, കൊലപാതക ശ്രമം പോലെ, കൊലപാതകം പോലെ തന്നെ ഒരു ഒഫൻസാണിത്. അത് ചെയ്തു. അതിന് BJP എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ BJPക്ക് എന്താണ് അതിനകത്ത് പരിഹാരമുള്ളത്? അല്ലെങ്കിൽ BJP എന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും അതിന്റെ അനുബന്ധ ഘടകങ്ങൾക്കും ഇതും ആയിട്ട് എന്ത് ബന്ധമെന്നാണ് VP ശ്രീപത്മനാഭൻ ചോദിച്ചത്. BJP ആ സംസ്ഥാനം ഭരിക്കുന്നു എന്ന അവതാരക മറുപടി പറയുന്നു. അപ്പം ശ്രീപത്മനാഭന്റെ മറുചോദ്യം, എങ്കിൽ മാറാട് കലാപം നടത്തിയത് AK ആന്റണി മുഖ്യമന്ത്രിയായ കോൺഗ്രസ് ആണ് എന്ന് നിങ്ങൾ സമ്മതിച്ചു തരുമോ? ആന്റണിയുടെ ഭരണകാലത്താണ് കോഴിക്കോട് മാറാട് കലാപം ഉണ്ടായത്. അപ്പം ആന്റണിയാണോ മാറാട് കലാപത്തിന് നേതൃത്വം കൊടുത്തത്? അല്ലെങ്കിൽ കോൺഗ്രസ് ആണോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണോ മാറാട് കലാപത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ അതിന് മറുപടിയൊന്നുമില്ല. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് ഉത്തരം മുട്ടിപ്പോയി. എന്തൊക്കെയായാലും ശരി. പിന്നെ വേറൊരു കാർഡ് ശ്രദ്ധയിൽപ്പെട്ടു കേട്ടോ. അതായത് റിപ്പോർട്ടർ TVയുടെ കാർഡാണ്. മതവസ്ത്രം ധരിച്ച് യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതി കന്യാസ്ത്രീകളെ പൊതു ഇടങ്ങളിൽ ഭീഷണിപ്പെടുത്തുന്നു എന്ന് 37 വർഷമായി ഛത്തീസ്ഗഡിലുള്ള ഫാദർ ലിജോ മാത്യു റിപ്പോർട്ടറിനോട് പറഞ്ഞു എന്നാണ്. അതായത് കന്യാസ്ത്രീകൾക്കോ അതുപോലെ പള്ളിയിലച്ചന്മാർക്കോ തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ അച്ഛൻ പറയുന്നത്. അപ്പൊ ഈ 37 വർഷം ഇയാൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇദ്ദേഹം അവിടെ കൈലിയും ബനിയനും ഇട്ടുകൊണ്ടാണോ മതപ്രവർത്തനം നടത്തിയത് അല്ലെങ്കിൽ പള്ളിയിൽ കുർബാന ചൊല്ലിയത് എന്ന് ചോദ്യമുണ്ട്. 37 വർഷമായിട്ട് ഉള്ളയാളാണ്, ഒന്നും രണ്ടുമല്ല. 37 വർഷവും അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല. ഇപ്പൊ പറയാണ് തിരുവസ്ത്രമണിഞ്ഞ് നടക്കാൻ പാടില്ല, ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ. ഈ 37 വർഷവും കോണം കൊടുത്തോണ്ടാണോ ഫാദർ ലിജോ മാത്യു അവിടെ ഈ കുർബാന ചൊല്ലിയതും പള്ളിയിൽ പോയതും ഒക്കെ തന്നെ? അതോ കൈലിയും ഉണ്ടോ, അതോ തോർത്തോ, അതോ ഒന്നും കൊടുക്കാതെ? ഈ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് ആരും ചോദിക്കില്ലേ? ഇത് ഒരു വ്യക്തമായ അജണ്ടയാണ്, മാധ്യമ അജണ്ട തന്നെയാണ്. കോൺഗ്രസ് എന്ന പാർട്ടിയെ പൊക്കി കാണിക്കാനും BJPയെ താഴ്ത്തി കാണിക്കാനുമുള്ള ഒരു അജണ്ടയാണ്. കാരണം വടക്കേന്ത്യയിലെ ഈ പ്രശ്നം പറഞ്ഞ്, മണിപ്പൂരിൽ ഒരു കാലത്ത് മണിപ്പൂർ പ്രശ്നം പറഞ്ഞാൽ ഇപ്പൊ ഛത്തീസ്ഗഡിലെ പ്രശ്നം പറഞ്ഞ് പലതരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ കേരളത്തിലെ ക്രിസ്ത്യൻ മതവിശ്വാസികളെ ഒക്കെ തന്നെ പല വാർത്തകൾ കൊടുത്ത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് സത്യം പറഞ്ഞാൽ ചില മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്ന് വ്യക്തം. അവിടെ കൃത്യമായ ഒരു ക്രൈം നടന്നു. ആ ക്രൈം ആയിട്ട് ബന്ധപ്പെട്ട് അത് കന്യാസ്ത്രീയാണോ ചെയ്തത്, സ്വാമിയാണോ ചെയ്തത്, പുരോഹിതനാണോ ചെയ്തത്, അല്ലെങ്കിൽ ഉസ്താദാണോ എന്നൊന്നും നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. കുട്ടികളെ അവരുടെ അനുവാദമില്ലാതെ, പേരൻസിന്റെ രക്ഷകർത്താക്കളുടെ അനുവാദമില്ലാതെ ജോലിക്കും മറ്റു കാര്യങ്ങൾക്കുമായി തട്ടിക്കൊണ്ടുപോയി നിർബന്ധിത മതപരിവർത്തനം ആരോപിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും അതൊരു ഒഫൻസാണ്. അതൊരു ക്രിമിനൽ ഒഫൻസാണ്. അതുമായി ബന്ധപ്പെട്ട് അതിൽ ഉത്തരവാദികളായവർക്ക് തീർച്ചയായിട്ടും നിയമ നടപടി നേരിടേണ്ടി വരും. യാതൊരു സംശയവുമില്ല. അതിനകത്ത് ഈ മാധ്യമങ്ങൾ കിടന്ന് കൂവി നിലവിളിച്ച് ബഹളം കൂട്ടിയിട്ടും ഇതുപോലെ തന്നെ ചില ഒന്നര ചക്രം അച്ഛന്മാർ വന്ന് ഞാൻ 37 വർഷമായിട്ട് ലോഹയിടാതെയാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനായിട്ട്? ഇപ്പം വേറൊന്നുമല്ല, കേരളത്തിൽ BJPയും ക്രിസ്തീയ സഭകളുമായിട്ട് ഒരു ആത്മബന്ധവും സ്നേഹവും ഒക്കെയുണ്ട്.
ഒരു പരസ്പര പൂരകങ്ങളായ ചില കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെടുന്നുണ്ട്. അതുപോലെ മുനമ്പം വിഷയത്തിലടക്കം BJP ഇടപെട്ടതും ഒക്കെ തന്നെ വലിയ തോതിലുള്ള മൈലേജ് BJPക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തകർക്കണം. അതിനുവേണ്ടിയാണ് ഈ മാധ്യമങ്ങൾ കളിക്കുന്നതും ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നതും എന്നത് സ്പഷ്ടം. ബാക്കി പിന്നെ അറിയാം. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.